അപ്പോൾ ആദ്യം നമ്മളൊരു സ്നേഹസംഗമം എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനെയുള്ള പാരൻസ് പേപ്പറിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള പാരൻസിൻ്റെ ഒരു കൂട്ടായ്മ, അവർക്കൊരു ക്ലാസ്സൊക്കെ കൊടുത്ത് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഇടം വേണം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ 10-30ഓളം വീടുകൾ നമ്മൾ ഇതിനു വേണ്ടി അന്വേഷിച്ചു, വാടകയ്ക്ക് അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഭ്രാന്തന്മാർക്ക് സ്ഥാപനം തുടങ്ങാൻ ഞങ്ങൾ തരില്ല എന്നാണ്. അപ്പോൾ ആ ഒരു ഓട്ടിസം ആവട്ടെ, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആകട്ടെ, ഭ്രാന്തന്മാർ എന്നൊരു ലേബലിലാണ് സമൂഹം കാണുന്നത്. പക്ഷെ അവർ ഭ്രാന്തന്മാരല്ല. ഇപ്പോൾ ഈ ഓട്ടിസം ആയാലും ഇൻ്റലക്ച്വലി ചാലഞ്ചഡ് ആണെങ്കിലും അതൊരു രോഗമല്ല, അതൊരവസ്ഥയാണ്. കാരണം രോഗം എന്ന് പറഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാം. അവസ്ഥ എന്ന് പറയുമ്പോൾ അതൊരു പെർമനൻറ്റ് സംഭവമാണ്. അപ്പോൾ ഇതൊരവസ്ഥയാണ്, രോഗമല്ല. ഭ്രാന്ത് വേറെയാണ്, അതൊരു താൽക്കാലികമായ നമ്മുടെ മനസ്സിൻ്റെ വിഭ്രാന്തി അല്ലെങ്കിൽ അവസ്ഥയാണ്. ഇതങ്ങനെയല്ല. പുതൂർക്കരയ്ക്കടുത്ത് ചാത്തൻകുടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ LP സ്കൂളുണ്ടായിരുന്നു. ഒരു ക്ലാസ് റൂം നമുക്കായിട്ട് അലോട്ട് ചെയ്ത് തന്നു. സ്റ്റുഡൻസായിട്ട് 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു. ഭ്രാന്തന്മാരെ നോർമലായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കും ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ അങ്ങനെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഈവൻ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് പോലും എതിർപ്പുകളുണ്ടായി. വീണ്ടും അന്വേഷണങ്ങൾ തുടങ്ങി. അങ്ങനെ എന്നിട്ട് പിന്നെ പൂങ്കുന്നത്ത് സീതാറാം മില്ലിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു വീട് കിട്ടി. ആ വീട് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ അതിദരിദ്രരായിരുന്നു. അവരതിൻ്റെ മുകളിൽ താമസിച്ചു, താഴെ നമുക്ക് റെൻറ്റിന് തന്നു. അങ്ങനെ പിന്നെ ഗ്രാജ്വലി ഒരു 2000-ൽ ഇപ്പോൾ കാര്യാട്ടുകരയിലുള്ള, അതാണ് ബേസ്, കാര്യാട്ടുകരയിലുള്ള ഒരു 54 സെൻറ്റ് സ്ഥലം എനിക്ക് വീട് വെക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ വീടല്ല വെക്കുക, എൻ്റെ അമ്മയുടെ ഒരു ആസ്ഥാനമാണ്. പണിഞ്ഞ് കുറേശ്ശെ ആയിട്ടാണ് ഗ്രാജ്വലിയാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്.